ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് യുവതി സമൂഹമാധ്യമത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. ദീപകിന്റെ അമ്മയുടെ പരാതിയിൽ വടകര സ്വദേശി ഷിംജിത മുസ്തഫയ്ക്കെതിരെയാണ് കേസ്. ഗോവിന്ദപുരം മണൽത്താഴം ഉള്ളാട്ടുതൊടിയിൽ ദീപക് മരിച്ച സംഭവത്തിൽ മാതാപിതാക്കളായ യു ചോയി, കെ കന്യക എന്നിവർ സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണന് പരാതി നൽകി. കമ്മീഷണർ ഇത് മെഡിക്കൽ കോളേജ് ACPക്ക് കൈമാറി. ദീപക് ജീവനൊടുക്കിയ ദിവസം മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് നേരത്തെ കേസെടുത്തിരുന്നു. സംഭവത്തിന് പിന്നാലെ മുൻ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം ദീപകിന്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. പോലീസിന്റെ നടപടിക്രമങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണമാണ് PS ശ്രീധരൻപിള്ള മുന്നോട്ട് വെച്ചത്. അതേസമയം ദീപകിന്റെ മരണം ഉത്തരമേഖല DIG അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ഉത്തരവിട്ടിട്ടുണ്ട്. കേസിൽ ആരോപണ വിധേയായ ഷിംജിതയുടെ വടകരയിലെ വീട്ടിലെത്തി മെഡിക്കൽ കോളേജ് ഇൻസ്പെക്ടർ ബൈജു K ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയും രേഖപ്പെടുത്തി. SI VR അരുൺ, SI MK ബവിത എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ദീപകിന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു.